ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഇനി നിങ്ങളിൽ മൂത്തയാൾ ആദ്യം അസ്ഥിയെടുക്കിൻ. ചന്ദ്രോരെ, അമ്മാവന്റെ അസ്ഥി ആദ്യം എടുക്കേണ്ടത് ഞാനാ. നമ്മളിൽ മൂത്തത് ഞാനാ. അത് കോന്നോരുടെ മനസ്സിലിരിക്കട്ടെ. ഞാനാ മൂത്തവൻ, ഞാൻ എടുക്കൂ അസ്ഥി. ആരെല്ലാം പറഞ്ഞു ഞാനാ മൂത്തവൻ? ഏതവൻ പറഞ്ഞാലും ഞാൻ എടുക്കൂ അസ്ഥി. ഞാനാ മൂത്തവൻ. അത് നീയല്ല തീരുമാനിക്കേണ്ടത്. കമ്മി, ഞാനാ മൂത്തത്. നിനക്ക് ഭ്രാന്താണടാ. അസ്ഥി ഞാൻ എടുക്കും. നീ എടുക്കൂടാ? എടുക്കുവേടാ. എന്റെ അമ്മാവന്റെ അസ്ഥി ഞാൻ എടുക്കൂടാ. എങ്കിൽ അമ്മാവന്റെ അസ്ഥി മാത്രമല്ല, നിന്റെ അസ്ഥി കൂടി ഞാൻ എടുക്കൂടാ. ശിവശിവ, നിങ്ങൾ രണ്ടിലൊന്ന് തീർച്ചപ്പെടുത്തി. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും അസ്ഥികൾ എടുത്താൽ പോരാ, വേറെ പലരുടെയും അസ്ഥികൾ എടുക്കാനുണ്ട്. അസ്ഥി എടുത്താലും ഇല്ലെങ്കിലും കൊള്ളാം. നാളെ ഞാൻ വലയിറക്കി മീൻ പിടിക്കാൻ പോവുകയാണ്. തുണയുണ്ടെങ്കിൽ വന്നോളൂ. നീ മീൻ പിടിച്ചാൽ കൂട്ടുന്നത് ഞാനായിരിക്കും. അമ്മേ, അമ്മേ, ചന്ദ്രൻ എന്നെ കൊണ്ട് അമ്മാവന്റെ അസ്ഥി എടുപ്പിക്കുന്നില്ല. അവനാണ് എന്നെക്കാൾ മൂത്തവൻ. അവനാണ് വാഴുന്നോരെന്ന്. കള്ള അമ്മ എപ്പോഴും പറയും ഞാനാ മൂത്തതെന്ന്. വേലറ്റ് പറഞ്ഞു, വയറ്റാറ്റിയും പറഞ്ഞു. എന്നിട്ടും അവളിപ്പം കടലിൽ വലയിറക്കി മീൻ പിടിപ്പിക്കാൻ പോയിരിക്കുന്നു. വാഴുന്നോരായിട്ട്. നീ എന്തിനാ നോക്കി നിൽക്കണടാ? ചെന്നവന്റെ കൈ വെട്ടി കൊണ്ടുവരും. എന്നാൽ അവനോട് കൈ നോക്കിയിട്ട് തന്നെ കാര്യം. ചന്ദ്രോട് ഒരു വാഴുന്നോരെ. ഇറക്കടാ, ഇറക്കടാ. എങ്കിലൊന്ന് അന്ന് കണ്ടിട്ടുള്ള കാര്യം. എടാ, ഞാനാണ് വാഴുന്നൊരു. മീൻ എന്റെ മുന്നിൽ പോയി. കണ്ണപ്പ, മീനെ ഞാൻ കൊടുത്തുപോയാൽ ഞാനാ വാഴുന്നൊരു. നിങ്ങളുടെ മൂപ്പിളമത്തർക്ക് നിങ്ങൾ തന്നെ പറഞ്ഞു തീർക്കും. എന്റെ ഊരിങ്ങി തന്നെ വലതികളെ ഓടിക്കോളിൻ. ഓരോരുടെ പടവലാണ്. ഓടിക്കോളിൻ, 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 ഓടിക്കോളിൻ. നിർത്തിൻ, നിർത്തിൻ, നിർത്തിൻ. പോനവരെ, ചന്ദ്രവരെ, നിങ്ങളുടെ മൂപ്പിളമ തർക്കത്തിന് വേണ്ടി എന്തിനു പാവങ്ങൾ ഇങ്ങനെ കൊല്ലിക്കുന്നു? ഞാൻ പലതവണ പറഞ്ഞിട്ടും തീർക്കാനാവാത്ത ഈ മൂപ്പിളമ തർക്കം ദൈവാധീന പരിശോധനയ്ക്ക് വിടുന്നത് നല്ലത്. നിങ്ങൾ തൃപ്പംകൊട്ടപ്പന്റെ സന്നിധിയിൽ ചെന്ന് പൊന്നും വെള്ളിയും കെട്ടിവെച്ച് എടുക്കുക. പൊന്നു കിട്ടുന്നവന് മൂപ്പും വെള്ളി കിട്ടുന്നവന് ഇളമയും തീരുമാനിക്കട്ടെ. ഞാൻ സമ്മതിച്ചു. എന്റെ തൃപ്പംകോട്ടപ്പ,
സത്യം സത്യം പോലെ കാണിച്ചു തരണേ. മൂത്തവന് പൊന്നും ഇളയവന് വെള്ളിയും കിട്ടണേ. ചന്ദ്രവരെ, പോനവരെ, തൃപ്പംകൊട്ടപ്പനെ മനസ്സിൽ ധ്യാനിച്ച് പൊതിയടിക്കിൻ. പൊതിയടിക്കിൻ. അഴിച്ചു നോക്കിൻ. തുറന്നു നോക്കിൻ. അയ്യോ, എനിക്ക് സ്വർണം, സ്വർണം, സ്വർണം. ഓനോർക്ക് സ്വർണം. നാടുവാഴിയെ, നാട്ടാരെ, ദൈവാധീന പരീക്ഷയിലും ഞാൻ തന്നെ മൂപ്പുകാരൻ. ഇതാ സ്വർണം. സത്യം സത്യം പോലെ വരും. ചന്ദ്രവരെ, മൂപ്പുകാരൻ കോനോരാണ്. അതാ കോനോരുടെ കയ്യിൽ സ്വർണം. ഛേയ്, വെള്ളി കിട്ടിയാലും മൂപ്പനിക്ക്, പൊന്നു കിട്ടിയാലും മൂപ്പനിക്ക്. തൃപ്പംകൊട്ടപ്പനും പക്ഷാഭേദം. അത് അപ്പന്റെ മനസ്സിലിരിക്കട്ടെ. നാടുവാഴിക്കും നാട്ടാർക്കും ദൈവത്തിന് പോലും തീർക്കാൻ സാധിക്കാത്ത ഈ മൂപ്പിളമ തർക്കത്തിന് ഇനിയൊരൊറ്റ വഴിയേയുള്ളൂ. നിങ്ങൾ രണ്ടുപേരും രണ്ടംഗച്ചേകവന്മാരെ തേടിക്കൊള്ളിൻ. അംഗം വെട്ടി ജയിക്കുന്നവർ മൂപ്പുവാഴ്ച നടത്തട്ടെ. അംഗം ജയിച്ചാൽ മൂപ്പുവാഴ്ച, അംഗം ജയിച്ചാൽ മൂപ്പുവാഴ്ച, അംഗം ജയിച്ചാൽ മൂപ്പുവാഴ്ച. മുഖമെന്തേ വല്ലാതെ കാർക്കൊണ്ടിരിക്കണം. ഈ കാറ് അല്ലിമലർക്കാവിലെ ഇനി പെയ്യുള്ളൂ. അല്ലല്ല, അങ്ങാടി തോറ്റതിന് അമ്മയോടാണോ പട? ആറ്റുമണം മേൽക്കാർക്ക് തോൽവിയല്ലേ നാവിലുദിക്കൂ. പുത്തൂരം വീട്ടുകാരിക്ക് ഇപ്പോഴെന്ത് വേണം? അല്ലിമലർക്കാവിൽ കൂത്ത് കാണാൻ പോണം. അക്കാര്യം നടക്കില്ലെന്ന് അമ്മയും അച്ഛനും ചൊല്ലിക്കഴിഞ്ഞില്ലേ? അങ്ങ് പൊറുക്കണം, അവിടുന്നെങ്കിലും അനുവദിക്കണം. എടീ പെണ്ണെ, നാദപുരത്ത് അങ്ങാടിയിൽ കൂടി വേണം അല്ലിമലർക്കാവിൽ പോകാൻ. ആ വഴി പട്ടെടുത്ത് പോണ പെണ്ണുങ്ങളെ അവിടുത്തെ തെമ്മാടികൾ പട്ടഴിച്ച് പറഞ്ഞുവിടും. ഹേയ്, എങ്കിൽ അല്ലിമലർക്കാവിലെ കൂത്തല്ല എനിക്കിനി കാണേണ്ടത്. ആ തെമ്മാടികളുടെ കൂത്തൊന്ന് കണ്ടിട്ട് കാര്യം. ഈ കയ്യിലൊന്ന് പിടിക്കട്ടെ, പട്ടഴിച്ച് പറഞ്ഞു വിടട്ടെ, അപ്പാടെ പിടിച്ചോണ്ട് പോവട്ടെ. ആർച്ചേ, എനിക്ക് മരിക്കാൻ തെല്ലും ഭയമില്ല. പക്ഷേ നിനക്കെന്തെങ്കിലും വന്നു പോയാൽ? മരിക്കട്ടെ. ആണിന്റെ തുണയില്ലാതെ പെണ്ണിന് പെരുവഴി നടക്കാൻ വേണ്ടി ജീവൻ കളഞ്ഞ ചേകോത്തിയെ കുറിച്ച് അവിടത്തേക്ക് അഭിമാനമില്ലേ? പേരും പിറപ്പും മാത്രം മതിയോ ഈ പെണ്ണിന്? നോവ് തിന്ന് പെറ്റിടണത് പെണ്ണ്, ലോകത്തെ താരാട്ടുപാടി ഉറക്കണത് പെണ്ണ്. ആ പെണ്ണിന് തെമ്മാടികളെ പേടിച്ച് വഴിമാറി നടക്കണം പോലും. ഹോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വരണം? ഇത് പെണ്ണുങ്ങളുടെ കാര്യമല്ലേ. ആ കൂളന്മാരെ ഒതുക്കാമോ എന്ന് ഈ പെണ്ണൊന്ന് നോക്കട്ടെ. ആർച്ചേ, ആർച്ചേ,